നമസ്കാരം. കാണേണ്ടവരെല്ലാം കണ്ടു, അറിയേണ്ടവരെല്ലാം ആ സിനിമയെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ടും കേരള സ്റ്റോറി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് മുട്ടുവിറയ്ക്കുകയാണ്. സിനിമ ഒരു കാരണവശാലും പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ് വാശി പിടയ്ക്കുകയാണ് CPM ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ. എന്തിനാണ് ഇവർ ഈ സിനിമയെ ഇത്രത്തോളം പേടിക്കുന്നത്? സിനിമയെ എതിർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത സിനിമ പ്രദർശിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്ന് ഈ വിവാദത്തിന് പിന്നാലെ ഇടുക്കി രൂപതയുടെ ഫാദർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് പ്രദർശനം നടത്തിയത്. ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നതായിരുന്നു. കുട്ടികളിലും യുവാക്കളിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ സിനിമ എന്തിനു പ്രദർശിപ്പിച്ചു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വിവാദമാകുകയായിരുന്നു. പക്ഷേ എതിർപ്പുകൾ ശക്തമായതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അധികം രൂപതകൾ ഇതേ രീതിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താമരശ്ശേരി രൂപതയിലെ KCYM യൂണിറ്റുകളും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും താമരശ്ശേരി KCYM അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ രൂപതകൾ കൂടെ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞതോടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിയോജിപ്പ് അറിയിക്കുകയാണ്. കേരള സ്റ്റോറി RSS അജണ്ടയാണെന്നും ആരും കെണിയിൽ വീഴരുതെന്നുമാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. കേരളത്തെ അപമാനിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ സിനിമ എന്നും അതിൽ കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു. സിനിമ RSS ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുകയാണ്. ഇത് ഹിറ്റ്ലറുടെ ആശയം നടപ്പാക്കുന്ന രീതിയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം സംഘപരിവാർ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വിവാദ സിനിമ ദ കേരള സ്റ്റോറി വലിയ രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് താമരശ്ശേരി രൂപത ഉൾപ്പെടെ. രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലെ കുടുംബ കൂട്ടായ്മകളിൽ ചിത്രം പ്രദർശിപ്പിക്കും. ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത കുട്ടികളുടെ ക്യാമ്പിൽ വെച്ച് പ്രദർശിപ്പിച്ചത് വലിയ വിവാദങ്ങളായിരിക്കുകയാണ്. പ്രണയത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് സിനിമ കാണിപ്പിച്ചത് എന്നതാണ് യഥാർത്ഥം. പക്ഷേ ഇതിനെ രാഷ്ട്രീയ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ രീതിയിൽ വളരെയധികം പേടിക്കുകയാണ് CPM ഉൾപ്പെടെയുള്ളവർ. രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു ക്യാമ്പ് നടത്തിയത്. അവർക്കാണ് ഈ സിനിമ കാണിച്ചു നൽകിയത്. മുഖ്യമന്ത്രി മാത്രമല്ല, ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മനും പ്രതികരിച്ച് രംഗത്തെത്തുന്നുണ്ട്. സിനിമ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇടുക്കി രൂപതയ്ക്ക് ഉണ്ടെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ അഭിപ്രായം. സഭയുടെ സ്വാതന്ത്ര്യമാണ് ഏത് സിനിമ പ്രദർശിപ്പിക്കണമെന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി. എന്തായാലും ദ കേരള സ്റ്റോറി എന്ന സിനിമ അത് വലിയ രീതിയിൽ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് CPM-ന്.